Hi everyone, this is Ebin from Evika. അങ്ങനെ നമ്മുടെ iOS 8ന്റെ ബീറ്റ 1 എങ്ങനെയാണ് നമ്മുടെ ഡിവൈസിൽ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ കൂടെ ഈ ഒരു അപ്ഡേഷൻ ലഭിക്കും, ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഈ പറഞ്ഞ iOS 18 ഇൻസ്റ്റാൾ ചെയ്യാവോ എന്നിങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എബിൻ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം തന്നെ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണോ നിങ്ങളുടേന്ന് ഉറപ്പുവരുത്തുക. സോ നമുക്കൊരു പ്രിഡിക്റ്റഡ് ലിസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന പ്രിഡിക്റ്റഡ് ലിസ്റ്റിലുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് iOS 18 സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. iOS 17 റൺ ചെയ്യുന്ന എല്ലാ സെയിം ഡിവൈസിലും iOS 18 സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് ബീറ്റ അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ iOS 17ൻ്റെ പബ്ലിക് ബീറ്റ, ഡെവലപ്പർ ബീറ്റ എന്നുള്ള ഓപ്ഷൻ കാണുന്ന പോലെ തന്നെ iOS 18 റിലീസ് ചെയ്തതിനു ശേഷം iOS 8ൻ്റെ ഈ പറഞ്ഞ ഡെവലപ്പർ ബീറ്റ ഓപ്ഷൻ വരുന്നതാണ്. സോ ആ ഒരു ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജമ്പ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അതിനുശേഷം ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരു 2-3 മിനിറ്റിന് ശേഷം iOS 18 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്റ് റണ്ണർ അല്ല, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ പറഞ്ഞ iOS 18 നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നാണെങ്കിൽ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ബീറ്റയുടെ ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു പേജിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ID ഒതൻറ്റിക്കേഷൻ ഉണ്ടാകും. സോ അത് നിങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഫേസ് ID അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡും യൂസർ നെയിമും നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു പേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS, iPadOS, macOS, tvOS എന്നിങ്ങനെ എല്ലാ OSൻ്റെയും ഈ ഒരു ബീറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് ഈ പറഞ്ഞ ഡെവലപ്പർ ബീറ്റ വേണമെങ്കിൽ കാശ് കൊടുത്ത് ഡെവലപ്പേഴ്സ് അക്കൗണ്ട് നമ്മൾ എടുക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു 2023 iOS 17ൻ്റെ വരവോടെ തന്നെ ഈ പറയുന്ന iOSൻ്റെ ആ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആപ്പിൾ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. സോ ഈ ഒരു അപ്ഡേഷൻ പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ടത് ഈ പറഞ്ഞ എൻറോൾ യുവർ iOS ഡിവൈസ് എന്ന ഓപ്ഷനാണ്. അവിടെ ടാപ്പ് ചെയ്യുക. നിങ്ങൾ നേരെ ഈ പറഞ്ഞ എൻറോളിങ് പേജിലേക്കായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഫേസ് ID ചോദിക്കുന്നുണ്ട്. ഇതേപോലെ ഫേസ് ഒതൻറ്റിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പാസ്വേഡ് ആണെങ്കിലും നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് എൻറോൾ ഡിവൈസിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ ഐപാഡിൻ്റെയും എല്ലാത്തിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ബീറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. താഴത്തേക്ക് പോവുക. ഇവിടെ ആർച്ചീവ് ബാക്കപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ബീറ്റ അപ്ഡേറ്റ്സ് മുട്ടൻ ബഗ്ഗി ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും, നിങ്ങൾക്ക് കുറേയധികം ഫോട്ടോസും ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മെസ്സേജസ്, കോൾ ലിസ്റ്റ് എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ. അതായത് നമ്മുടെ ഐഫോൺ ഏറ്റവും വലിയ റിസ്കിലാണ് നമ്മൾ ഈ പറയുന്ന ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്രൈമറി ആയിട്ട് ഒരേ ഒരു ഡിവൈസാണ് ഉള്ളതെങ്കിൽ ഈ പറഞ്ഞ ബീറ്റ മാക്സിമം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം ഈ ഒരു ഡിവൈസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിധമായിട്ടുള്ള സപ്പോർട്ടും നമുക്ക് ലഭിക്കില്ല. നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. കാരണം ഇതിൽ അവർ കറക്റ്റായിട്ട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ എഗ്രി ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ iOS സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. മുട്ടം ബഗ്ഗിയായിരിക്കും. നിങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ നോക്കുക. ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് വീഡിയോസ് ഇടുന്നതുകൊണ്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കാര്യം എനിക്ക് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ റിസ്ക് എടുത്ത് ഈ പറഞ്ഞ ബീറ്റ എൻ്റെ പ്രൈമറി ഡിവൈസിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ്സ് എന്നുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ അർച്ചീവ് ബാക്കപ്പ് എന്ന കാര്യം എന്തായാലും ചെയ്യുക. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഈ പറയുന്ന iTunes ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വിൻഡോസിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ബുക്കിലാണെങ്കിലും ഫുൾ ഫോൺ ഒന്ന് ബാക്കപ്പ് ചെയ്തിടുക. അതിനുശേഷം ഈ ഒരു iOS ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ iOS 18 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫോൺ റീസ്റ്റോർ ചെയ്യുക.
അതിനുശേഷം ഈ പറഞ്ഞ iOS 18 ഈ പറഞ്ഞ പ്രൊഫൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബഗ് കുറയാനും അല്ലെങ്കിൽ കുറച്ചും സ്മൂത്ത് ആവാനും ഉള്ള ചാൻസ് നമുക്ക് നല്ല രീതിക്ക് ഹയർ ആണ്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്യുക. അതിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു സെറ്റിങ്സ് പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ ടെസ്റ്ററോ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 18 കാണാൻ പറ്റും. അല്ല നിങ്ങളൊരു പുതിയ ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് പോകും. അതിനുശേഷം നിങ്ങൾക്ക് പബ്ലിക് ആണോ അല്ലെങ്കിൽ ഡെവലപ്പർ ആണോ എന്ന് ചൂസ് ചെയ്യാം. എന്താണ് ഈ ഡെവലപ്പർ, എന്താണ് ഈ പബ്ലിക് ഓപ്ഷൻ എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം റിലീസാവുന്ന ബീറ്റ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പബ്ലിക് ബീറ്റ എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ഡിലേ ആയി കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഈ പറഞ്ഞ ഡെവലപ്പേഴ്സിൻ്റെ ബീറ്റ വേണമെന്നാണെങ്കിൽ ബീറ്റാസ് വേണമെന്നാണെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അല്ല നിങ്ങൾക്ക് ബീറ്റ ആണെങ്കിൽ പോലും കുറച്ച് ബഗ്ഗുകളും കാര്യങ്ങളും മനസ്സിലാക്കി അറിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നാണെങ്കിൽ പബ്ലിക് ബീറ്റ സെലക്ട് ചെയ്യാം. സോ ആദ്യം ഡെവലപ്പേഴ്സ് ഈ പറഞ്ഞ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യും. അതിൻ്റെ ബഗ്ഗുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോയിലൂടെയും അതേപോലെ നമ്മുടെ മെസ്സേജിലൂടെ അറിയിക്കും. ആ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞ പബ്ലിക് ബീറ്റ എന്ന് പറയുന്നത്. താഴത്തെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്ഡേറ്റ് യുവർ iOS ഡിവൈസ് എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പബ്ലിക് ബീറ്റയോ ഡെവലപ്പർ ബീറ്റയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 18 ഈ ഒരു ബീറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ പുതിയ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതേപോലെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ടെലിഗ്രാമിൽ കൂടെയും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേജിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കാനാണെങ്കിൽ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് താഴത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഈസ് യുവർ ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.